നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ാം തീയതി വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത സോഷ്യൽ സയൻസിൻ്റെ ആക്ടിവിറ്റി സോൾവിങ്ങും ക്ലാസ്സിൻ്റെ ഡിസ്കഷനുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സാർ പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് അല്ലെങ്കിൽ ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന യൂണിറ്റാണ് തുടങ്ങിയത്. അപ്പോൾ ആ യൂണിറ്റിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് വിവിധ കാലഘട്ടങ്ങളിൽ നടത്തിയ സമുദ്രയാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ഒരു സമുദ്രയാത്ര നടത്തിയ ആളാണ് നമ്മളെ ഇവിടെ ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ്. ശേഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദ്രയാത്രയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം അല്ലെങ്കിൽ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം സമുദ്രയാത്ര നടത്തിയ 16-ാം നൂറ്റാണ്ടിൽ ആ സമുദ്രയാത്ര നടത്തിയ ആളാണ് ഫെർഡിനാൻഡ് മഗല്ലൻ. അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം കൊടുത്തു. അതിനുശേഷം 2012 നവംബർ മാസത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി, കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ ഈ 3 യാത്രകളെക്കുറിച്ചുള്ളൊരു താരതമ്യ പഠനമാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഈ 3 പേരുടെയും യാത്രകളെക്കുറിച്ചുള്ള വിവരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 2 യാത്ര നടത്തിയ ക്രിസ്റ്റഫർ കൊളംബസും പിന്നെ നമ്മുടെ ഫെർഡിനാൻഡ് മഗല്ലൻ, ഇവർ 2 പേരും വർഷങ്ങളോളം എടുത്തു അല്ലേ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ ആധുനികമായ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയും വളരെ കൃത്യതയാർന്ന ഭൂപടത്തിൻ്റെ സഹായത്തോടു കൂടിയും അഭിലാഷ് ടോമിക്ക് കേവലം 150 ദിവസം മാത്രമേ വേണ്ടി വന്നുള്ളൂ നമ്മുടെ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാൻ. നമ്മൾ പറഞ്ഞു അഭിലാഷ് ടോമിക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച് തിരിച്ചെത്തുവാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആധുനിക ഉപകരണങ്ങളും പിന്നെ കൃത്യതയുള്ള ഭൂപടവുമായിരുന്നു. അപ്പോൾ എന്താണ് ഭൂപടം എന്ന് പറഞ്ഞാൽ? അപ്പോൾ എന്താണ് ഭൂപടം? ഭൂപടത്തിൻ്റെ ഡെഫിനിഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. ഭൂമിശാസ്ത്രകാരൻ്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. ഭൂപ്രദേശങ്ങളെ ദ്വിമാന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതിനെയാണ് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഭൂമിശാസ്ത്രകാരൻ്റെ പ്രധാന ഉപകരണം ഏതാണ്? ഭൂപടം. വാട്ട് ഈസ് കോൾഡ് മാപ്പ്? എന്താണ് മാപ്പ് അല്ലെങ്കിൽ ഭൂപടം? True representation of the features of the earth's surface on a 2-dimensional plane is called a map. എർത്തിൻ്റെ ഉപരിതലത്തിലെ ഫീച്ചേഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എവിടെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന? എ 2-dimensional പ്ലെയിൻ, ഒരു ദ്വിമാന പ്രതലത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റാണ് മാപ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ജിയോഗ്രഫേഴ്സ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രകാരന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂൾ അല്ലെങ്കിൽ ഉപകരണമാണ് മാപ്പ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഏതെല്ലാം മേഖലകളിലാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണനിർവഹണ മേഖല, ഗതാഗത മേഖല, കാർഷിക മേഖല, വ്യവസായ മേഖല. അപ്പോൾ ഇതും ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്. ഐഡൻറ്റിഫൈ ദ ഫീൽഡ്സ് വെയർ മാപ്സ് ആർ യൂസ്ഡ്. ഏതൊക്കെ ഫീൽഡിലാണ് മാപ്പ് യൂസ് ചെയ്യുന്നത്? ലേണിംഗ് ജിയോഗ്രഫി എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്ര പഠന മേഖല, പിന്നെ ഡിഫൻസ് പ്രതിരോധം, ടൂറിസം അല്ലെങ്കിൽ വിനോദസഞ്ചാര മേഖല, പിന്നെ ട്രാൻസ്പോർട്ട് ഗതാഗത മേഖല, അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഭരണ നിർവഹണ മേഖല, അഗ്രികൾച്ചർ കൃഷി, ഇൻഡസ്ട്രി വ്യവസായം എന്നീ മേഖലകളിലാണ്, എന്നീ ഫീൽഡ്സിലാണ് നമ്മൾ മാപ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ആക്ടിവിറ്റിയാണ് മേക്ക് എ വേർഡ് വെബ് ഷോയിങ് ദ വേരിയസ് ഫീൽഡ്സ് വെയർ മാപ്സ് യൂസ് ചെയ്ത്. മാപ്സ് എവിടെ ഏതൊക്കെ ഫീൽഡിലാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു വേർഡ് വെബ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ അത് ഇവിടെ ഏതൊക്കെ ഫീൽഡിലാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇവിടെ ഇപ്പോൾ 2 കൊടുത്തിട്ടുണ്ട്. വ്യവസായം അല്ലെങ്കിൽ ഇൻഡസ്ട്രി, പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസ്. പിന്നെ വേറെ ഏതൊക്കെ മേഖലകളാണ്? ടൂറിസം അല്ലെങ്കിൽ വിനോദസഞ്ചാര മേഖല, പിന്നെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണ നിർവഹണം, പിന്നെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷികം, പിന്നെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗതാഗത മേഖല. അങ്ങനെ ഏത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് എഴുതാം. അടുത്തത്, നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹൂ എൽസ് അതർ ദാൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആർ യൂസ് മാപ്പ്. സ്റ്റുഡൻസും ടീച്ചേഴ്സും അല്ലാതെ മാപ്പ് യൂസ് ചെയ്യുന്നത് വേറെ ആരൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ആരൊക്കെയാണ്? വ്യവസായികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്, പൈലറ്റുകൾ അല്ലെങ്കിൽ പൈലറ്റ്സ്, കപ്പിത്താന്മാർ ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ്, ചരിത്രകാരന്മാർ ഹിസ്റ്റോറിയൻസ്, വിനോദസഞ്ചാരികൾ ടൂറിസ്റ്റ്, പിന്നെ ഭൂമിശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ ജിയോഗ്രഫേഴ്സ് GEO GRA PHERS. ഇതിൽ അത് കറക്റ്റായിട്ടല്ല, അതുകൊണ്ടാണ് അങ്ങനെ സ്പെല്ലിങ് പറഞ്ഞു തന്നെ കേട്ടോ. ഭൂമിശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ ജിയോഗ്രഫേഴ്സ്. അടുത്തത്, നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നവർ. മാപ്സ് ആർ യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ്. ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ, ടൈപ്സ് ഓഫ് മാപ്സ്, ഇവർ ഉപയോഗിക്കുന്ന
ഭൂപടങ്ങൾ ഏത് ടൈപ്പാണെന്നുള്ളത്. പിന്നെ ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ് ഓഫ് മാപ്സ്. അപ്പോൾ അത്രയും ഒരു 3 ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ. അവരുപയോഗിക്കുന്ന ഏത് ടൈപ്പ് മാപ്സ് ആണ്? അറ്റ്ലസ്, പിന്നെ ചുമർ ഭൂപടങ്ങൾ. ചുമർ ഭൂപടങ്ങളും അറ്റ്ലസും ആണ് അവർ ഉപയോഗിക്കുന്നത്. ചുമർ ഭൂപടങ്ങളിൽ ഭൗതിക സാംസ്കാരിക ഭൂപടങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അറ്റ്ലസ്, പിന്നെ വാൾ മാപ്സ്. വാൾ മാപ്സിൽ ഏതാണ്? ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. ഫിസിക്കൽ മാപ്പ് എന്ന് വെച്ചാൽ ഭൗതിക ഭൂപടം, കൾച്ചറൽ മാപ്സ് എന്ന് വെച്ചാൽ സാംസ്കാരിക ഭൂപടം. ഇനി ആ മാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആവശ്യകത എന്താണ്? ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ മനസ്സിലാക്കാൻ, ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ്. മനസ്സിലായല്ലോ. അടുത്ത രണ്ടാമത് അധ്യാപകർ ഉപയോഗിക്കുന്നതും അറ്റ്ലസും ചുമർ ഭൂപടങ്ങളും തന്നെയാണ്. ഭൗതിക ഭൂപടങ്ങളും പിന്നെ സാംസ്കാരിക ഭൂപടങ്ങളും അല്ലെങ്കിൽ കൾച്ചറൽ മാപ്സ് ആൻഡ് ഫിസിക്കൽ മാപ്സ് അവരെന്തിനാണ് ഉപയോഗിക്കുന്നത്? ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നത് ഫോർ ദ ക്ലാസ് റൂം ഇൻട്രാക്ഷൻ. ക്ലാസ് റൂമിൽ വിനിമയം ചെയ്യുന്നതിനാണ് ഈ 2 മാപ്സ് ഉപയോഗിക്കുന്നത്, ക്ലാസ് റൂം വിനിമയത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അടുത്തത് വ്യവസായികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്. ഏതൊക്കെ ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്? അവരുപയോഗിക്കുന്നത് വിഭവ ഭൂപടമാണ്. എന്താണ്? വിഭവ ഭൂപടങ്ങൾ. അതിൽ ഏതൊക്കെ വരും? കാർഷിക ഭൂപടങ്ങൾ വരും, പിന്നെ ധാതു ഭൂപടങ്ങൾ. വിഭവ ഭൂപടങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സ് മാപ്പ്, RESOURCE, റിസോഴ്സ് മാപ്സ്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? അഗ്രികൾച്ചറൽ മാപ്സ് വരും, പിന്നെ മിനറൽ മാപ്സ് അല്ലെങ്കിൽ ധാതു ഭൂപടം. എന്തിനാണ്? കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മറ്റ് വിഭവങ്ങളുടെയും ലഭ്യതയും വിതരണവും മനസ്സിലാക്കുന്നതിന്, ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ അവൈലബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 അല്ലെങ്കിൽ വിഭവ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. വ്യവസായികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്. അടുത്തത് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ്, HISTORIANS. എന്തിനാണ് അവരുപയോഗിക്കുന്ന ഭൂപടം ഏതാണ്? അവരുപയോഗിക്കുന്ന ഭൂപടമാണ് ചരിത്ര ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മാപ്സ്. എന്തിനാണ് അവരത് ഉപയോഗിക്കുന്നത്? ചരിത്രപരമായ പ്രത്യേകതകളുള്ള പ്രദേശങ്ങൾ മനസ്സിലാക്കുന്നതിന്, ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഹിസ്റ്റോറിക്കൽ റീജിയൻസ്. ഓക്കെ. പിന്നീട് സാറ് വിവിധ തരത്തിലുള്ള മാപ്സ് അതായത് പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാപ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് മെസപ്പൊട്ടേമിയൻ ഭൂപടമാണ്. കളിമൺ ഫലകത്തിലാണ് അല്ലെങ്കിൽ ക്ലേ പ്ലേറ്റിലാണ് ഈ ഒരു മാപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. അടുത്ത ഇത് അനാക്സിമാൻഡർ വരച്ചതെന്ന് കരുതപ്പെടുന്ന ലോക ഭൂപടമാണ് കേട്ടോ, വേൾഡ് മാപ്പാണ്. അടുത്തത് ഇത് ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോക ഭൂപടം. അടുത്ത ഇത് ടോളമി നിർമ്മിച്ച ലോക ഭൂപടം. അടുത്ത ഈ തന്നിട്ടുള്ളത് മെർക്കാറ്റർ തയ്യാറാക്കിയ ലോക ഭൂപടം. നെക്സ്റ്റ് ഒർട്ടേലിയസ് തയ്യാറാക്കിയ ലോക ഭൂപടം. ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് മാപ്പ് തയ്യാറാക്കിയത് ആരാണ്? ആദ്യത്തെ ഭൂപടം അനാക്സിമാൻഡർ അല്ലേ? അനാക്സിമാൻഡർ ആണ് ഫസ്റ്റ് മാപ്പ് തയ്യാറാക്കിയത്. ക്വസ്റ്റ്യൻ, ആധുനിക ഭൂപടത്തിന്റെ പിതാവ് ആര്? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി? ആരാണ്? മെർക്കാറ്റർ. അടുത്ത വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആര്? എബ്രഹാം ഒർട്ടേലിയസ്. ഹു പ്രിപ്പയർഡ് അറ്റ്ലസ് ബൈ കമ്പൈനിങ് മെനി മാപ്സ്? ഒരുപാട് മാപ്പ് കമ്പൈൻ ചെയ്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഒർട്ടേലിയസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഭൂപടശാസ്ത്രം? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപടശാസ്ത്രത്തിൻ്റെ മറ്റൊരു പേരാണ് കാർട്ടോഗ്രഫി. കാർട്ടെ, ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. കാർട്ടെ എന്നും ഗ്രാഫിക് എന്നും രണ്ട് ഏത് പദമാണിത്? ഫ്രഞ്ച് പദമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്രഞ്ച് പദങ്ങളായ കാർട്ടെ, ഗ്രാഫിക് എന്നീ 2 പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാർട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭൂപടം എന്നും ഗ്രാഫിക് എന്നതിൻ്റെ അർത്ഥം വരയ്ക്കുക എന്നതുമാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കാർട്ടോഗ്രഫി എന്ന പദത്തിലെ കാർട്ടെ അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂപടം. ഗ്രാഫർ എന്ന് വെച്ചാൽ വരയ്ക്കുന്ന ആൾ. അപ്പം കാർട്ടോഗ്രഫി എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. വാട്ട് ഈസ് കാർട്ടോഗ്രഫി? കാർട്ടോഗ്രഫി ഈസ് ദ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. ഭൂപടം ഉണ്ടാക്കുന്ന ശാസ്ത്രമാണ് എന്ത്? കാർട്ടോഗ്രഫി. ദ ടേം കാർട്ടോഗ്രഫി വാസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ്സ് കാർട്ടെ ആൻഡ് ഗ്രാഫിക്. ഫ്രഞ്ച് വേർഡ്സ് ആയ കാർട്ടെ, ഗ്രാഫിക് ഇതിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്നൊരു വേർഡ് ഡിറൈവ് ചെയ്തത്. കാർട്ടെ മീൻസ് മാപ്പ് ആൻഡ് ഗ്രാഫിക് മീൻസ് ഡ്രോയിങ്. കാർട്ടെ എന്ന് വെച്ചാൽ മാപ്പ്, ഭൂപടം എന്നാണ് അർത്ഥം.
പിന്നെ ഗ്രാഫിക് മീൻസ് ഡ്രോയിങ്, വരയ്ക്കുക എന്നാണ് അർത്ഥം. വൺ ഹൂ പ്രിപ്പയർസ് മാപ്പ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. മാപ്പ് പ്രിപ്പയർ ചെയ്യുന്ന ആളിനെ നമ്മൾ എന്ത് പറയും? കാർട്ടോഗ്രാഫർ എന്ന് പറയും. ഫസ്റ്റ് മാപ്പ് വാസ് പ്രിപ്പയർഡ് ബൈ. ആദ്യത്തെ മാപ്പ് അല്ലെങ്കിൽ ഭൂപടം ഉണ്ടാക്കിയത് ആരാണ്? ഗ്രീക്ക് ഫിലോസഫറായ, ഗ്രീക്ക് തത്വചിന്തകനായ അനാക്സിമാൻഡർ. അടുത്ത സാർ തന്നിട്ടുണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഭൂപടങ്ങളുടെ ഉപയോഗം സൂചിപ്പിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഇതെവിടെ കുറേ നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നവർ കുറേ പേര് കൊടുത്തിട്ടുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഭൂപടം ഏതാണ്? ഇവർ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്ത്? ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കപ്പിത്താൻമാർ അല്ലെങ്കിൽ ക്യാപ്റ്റൻസ്. അവർ ഉപയോഗിക്കുന്നത് നോട്ടിക്കൽ ഭൂപടം അല്ലെങ്കിൽ നോട്ടിക്കൽ മാപ്പ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണ്? ജലത്തിൻ്റെ ആഴം, നാവിഗേഷനിലെ അപകട സ്ഥാനങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ. നാവിഗേഷൻ എന്ന് വെച്ചാൽ ഈ കപ്പൽ പോകുമ്പോഴുള്ള ആ ഒരു വഴിയിൽ ഉള്ള അപകട സ്ഥാനങ്ങൾ കേട്ടോ. അപ്പോൾ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ടർ ഡെപ്സ്, ജലത്തിൻ്റെ ആഴം, ലൊക്കേഷൻസ് ഓഫ് ഡേഞ്ചേഴ്സ് ടു നാവിഗേഷൻ, നാവിഗേഷനിലെ ഡേഞ്ചർ ലൊക്കേഷൻസ് എന്നിവ മനസ്സിലാക്കാൻ. ഓക്കെ. അടുത്തത് എക്കണോമിസ്റ്റ്. എക്കണോമിസ്റ്റ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ. അവരുപയോഗിക്കുന്ന മാപ്പ് എക്കണോമിക് മാപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക ഭൂപടം. എന്തിനാണ്? യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി നാഷണൽ എക്കണോമി. നാഷണൽ എക്കണോമി എന്ന് വെച്ചാൽ ദേശീയ സമ്പദ് വ്യവസ്ഥ. പ്ലാനിങ് ആസൂത്രണം ചെയ്യുന്നതിനും പിന്നെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നതിനുമാണ് എക്കണോമിക് മാപ്പ് ഉപയോഗിക്കുന്നത്. അടുത്തത് എഞ്ചിനീയേഴ്സ്. എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്നത് ടോപ്പോഗ്രാഫിക് മാപ്സ് അല്ലെങ്കിൽ ഭൂപ്രകൃതി ഭൂപടം. എന്തിനാണ്? ടു ബിൽഡ് റോഡ്സ്, ബിൽഡിങ്സ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ്. റോഡുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്സ് യൂസ് ചെയ്യുന്നത്. ആരാണ് യൂസ് ചെയ്യുന്നത്? എഞ്ചിനീയേഴ്സ്. അടുത്തത് പട്ടാളക്കാർ അല്ലെങ്കിൽ സോൾജിയേഴ്സ്. അവരുപയോഗിക്കുന്നത് സൈനിക ഭൂപടം അല്ലെങ്കിൽ മിലിറ്ററി മാപ്പ്. എന്തിനാണ്? ടു അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്. രാഷ്ട്രീയപരമായി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിന്. അടുത്തത് റൂളിംഗ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ. അവരുപയോഗിക്കുന്നത് പൊളിറ്റിക്കൽ മാപ്പാണ് അല്ലേ, രാഷ്ട്രീയ ഭൂപടം. എന്താണ് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന്? ടു ഷോസ് സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ബൗണ്ടറീസ്. സ്റ്റേറ്റ് ബൗണ്ടറീസും നാഷണൽ ബൗണ്ടറീസും പിന്നെന്താണ്? ആൻഡ് ക്യാപിറ്റൽ ആൻഡ് മേജർ സിറ്റീസ്. പിന്നെ അവയുടെയൊക്കെ ക്യാപിറ്റൽസ്. ക്യാപിറ്റൽസ് എന്ന് വെച്ചാൽ തലസ്ഥാനങ്ങളും പിന്നെ മേജർ സിറ്റീസ് പ്രധാന നഗരങ്ങളും. സംസ്ഥാന ദേശീയ അതിർത്തികളും തലസ്ഥാനവും പ്രധാന നഗരങ്ങളും കാണിക്കുന്നു. അടുത്തത് ക്ലൈമറ്റ് റിസർച്ചേഴ്സ്, അതായത് കാലാവസ്ഥാ ഗവേഷകർ. അവരുപയോഗിക്കുന്നത് ക്ലൈമറ്റ് മാപ്പാണ്, കാലാവസ്ഥാ ഭൂപടം. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ അറ്റ്മോസ്ഫറിക് ചേഞ്ചസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. വിവിധ സ്ഥലങ്ങളിലെ അന്തരീക്ഷ മാറ്റങ്ങളെക്കുറിച്ച്, അറ്റ്മോസ്ഫറിക് ചേഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് കാർഷിക വിദഗ്ധർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ്. അവരുപയോഗിക്കുന്നത് കാർഷിക ഭൂപടം, അഗ്രികൾച്ചർ മാപ്പാണ്. എന്തിനാണ്? കാർഷിക വിളകളുടെ വിതരണവും ലഭ്യതയും മനസ്സിലാക്കാൻ. ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ അവൈലബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാർ എടുത്ത കാര്യങ്ങൾ, അതിൻ്റെ ആക്ടിവിറ്റീസും. ഓക്കെ, താങ്ക് യു.